ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്യുതൻ വന്ന് ദേഷ്യപ്പെട്ട് ഗോമതിയോട് ചോദിക്കുകയാണ്, എന്താടി ഇവിടെ നിങ്ങൾ നിന്ന് സംസാരിക്കുന്നത്? അമ്മേ, ഇവിടെ അമ്മയെ സ്വാധീനിക്കാൻ വേണ്ടി വന്നതാണോ? തെറ്റ് മുഴുവനും ചെയ്തിട്ട് അങ്ങനെയൊന്നുമല്ല, നീ ഒന്നും മിണ്ടാതിരുന്നേ അച്യുതാന്ന് പറയാട്ടോ. പക്ഷേ ഗോമതി വിട്ടുകൊടുക്കുന്നില്ല. ഗോമതി പറയാണ്, അതെ സ്വാധീനിക്കാൻ തന്നെയാ. എന്താ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എടി, നിന്നോടും നിൻ്റെ ഭർത്താവിനും ഒക്കെ ഞാൻ പകരം വീട്ടുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഗോമതി വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ടോ. അത് ശരി, നീ അത്രയ്ക്കായോടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്യുതനും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വഴക്കാവാണ്. ഇതിനിടയ്ക്ക് ധർമ്മൻ ഓടി വന്നിട്ട് പറയാണ്, അച്ചോട്ടാ വഴക്കിനൊന്നും പോകണ്ട, അച്ചോട്ടൻ പൊക്കോ, മാറിക്കോ. ദേ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ പകരം വീട്ടാൻ വരുന്നുണ്ടെങ്കിലേ ഗോമതി സ്റ്റോർ ബാലിനോടാണെന്ന് ഓർത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. എന്താടി അവൻ എന്നെ മൂക്കി വലിച്ചു കയറ്റോ? ചിലപ്പോൾ കയറ്റും എന്ന് പറഞ്ഞ് ഗോമതി എല്ലാവരും ഞങ്ങളോട് കൂടുതൽ ക്ഷമിക്കുന്നതിനും കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയും വേറെ കൈ ചൂണ്ടിക്കൊണ്ട് അച്യുതനോട് ശരിക്കും തിരിച്ച് പറയാണ് കേട്ടോ. അച്യുതൻ ആകെ അന്തം വിട്ടുപോയി. ഗോമതി ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളല്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോവുകയാണ്. പിന്നെ നമ്മുടെ മിഥുനെയാണ് കാണിക്കുന്നത് കേട്ടോ. മിഥുനും കുറച്ച് കൂട്ടാളികളെ, നമ്മളെ മിത്രയുടെ പഴയ കാമുകരുണ്ടല്ലോ മിഥുനും കുറച്ച് കൂട്ടാളികളും കൂടെ ചേർന്നിട്ട് കഞ്ചാവും മയക്കുമരുന്നൊക്കെ കച്ചവടമല്ലേ അവന്. അപ്പോൾ കുറേ നമ്മുടെ മിത്രയുടെ സ്വർണ്ണം അവൻ്റെ കയ്യിലുണ്ടല്ലോ. ഒരു താവളത്തിൽ തമ്പടിച്ചിരുന്നിട്ട് ഇവർ പ്ലാൻ ചെയ്യാട്ടോ. അപ്പോൾ മിഥുൻ പറയണടാ, നാളെ എന്തായാലും ഞാൻ സ്ഥലം വിടും, അതിനു മുന്നേ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. എന്താടാ കാര്യം? അല്ല, ആ മിത്രയില്ലേ അവളെ ആ ദേവമംഗലത്ത് പോയി എനിക്കൊന്ന് കാണണം. എന്തിനാടാ വയ്യാവേലിയൊക്കെ വിളിച്ച് വരുത്തുന്നത്? വേണോടാ, എത്രയൊക്കെ തന്നെ ആയാലും പഴയ കാമുകി, അവളെ മുഖം ഒന്ന് ഓർക്കുമ്പോൾ എനിക്ക് വീണ്ടും അവളെ ഒന്ന് കാണാൻ തോന്നുക. ഓർമ്മയൊന്നും അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ട് ഇത് കണ്ടോ, അവളുടെ സ്വർണ്ണമല്ല ഇതെല്ലാം. ഇത് കാണുമ്പോൾ എനിക്ക് അവളെയും കാണണമെന്ന് തോന്നുന്നടാ. എന്തായാലും പോകുന്നതിന് പിന്നെ ഞാൻ അവളൊക്കെ ഒന്ന് കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് ജീപ്പ് അവിടെ വരുവാണോട്ട് വെളിയിൽ. അതിലൊരുത്തൻ ഇങ്ങനെ കാണണം. എടാ പോലീസ് വന്നു, ദൈവമേ ഇതാരാ ഒറ്റ കൊടുത്തതാണല്ലോ നമ്മളെന്നും പറഞ്ഞ് ഇവന്മാർ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കാട്ടോ. പക്ഷേ പോലീസുകാരന്മാർ വിടുന്നില്ല, എല്ലാത്തിനെയും വളഞ്ഞിട്ട് പിടിക്കുകയാണ്. മിഥുനാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടാട്ടോ. പക്ഷേ പുറകെ പോയി കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ച് 5-6 അടിയും കൊടുത്ത് പോലീസ് പിടിച്ചുകൊണ്ട് പറഞ്ഞോണ്ട്. അപ്പോൾ മിഥുൻ പറയാ, സാറേ എന്നെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ്. ബിസിനസ്സാടാ, നിൻ്റെ ബിസിനസ് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. നന്നായിട്ട് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സെർച്ചിന് വേണ്ടിയിട്ട്. കയറടാ വണ്ടിയിലെന്നും പറഞ്ഞ് എല്ലാത്തിനെയും പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാട്ടോ. അങ്ങനെ ഇവന്മാരെ അവിടെ കൊണ്ടിട്ട് പോലീസ് ശരിക്കും ഇടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പറയടാ, നിനക്കൊക്കെ എന്താടാ പരിപാടി? നീയൊക്കെ എന്താണ് ഈ കാണിച്ച് വെക്കുന്നത്? നീയൊക്കെ കഞ്ചാവും മയക്കുമരുന്നുമാണല്ലേ നിൻ്റെയൊക്കെ കച്ചവടം? പിന്നെ അപ്പോഴാണ് ഇവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കുറേ സ്വർണ്ണം അതിനകത്ത് നിന്ന് കിട്ടുകയാണ്. എടാ, ഇതൊക്കെ നീ എവിടെ നിന്ന് മോഷ്ടിച്ചതാടാ? അയ്യോ സാറേ, ഇതൊന്നും മോഷ്ടിച്ചല്ല, ഇതൊക്കെ എൻ്റെ അമ്മയുടെ സ്വർണ്ണമാണ്, ചില ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകായിരുന്നു പണയം വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ. അത് ശരി. അപ്പോൾ വേറൊരു പോലീസുകാരൻ പറയണം, സാറേ ശാസ്ത്രി നഗറിൻ്റെ അവിടെ നിന്ന് ഈ ഇടയ്ക്ക് ഒരു വലിയൊരു ഓഫീസറിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണ്ണം മോഷ്ടിച്ച് പോയില്ലേ, അത് ഇവൻ തന്നെ മോഷ്ടിച്ചെന്ന് തോന്നുന്നു, ഈ സ്വർണ്ണമാണെന്ന് തോന്നുന്നു. അയ്യോ സാറേ, എനിക്ക് ശാസ്ത്രി നഗർ എവിടെ നിന്ന് പോലും അറിയില്ല, ഞാനല്ല ഇത് മോഷ്ടിച്ചത്, ഇതെൻ്റെ സ്വന്തം സ്വർണ്ണമാണ് എന്നും പറഞ്ഞു മിഥുൻ. പക്ഷേ മിഥുനെ ഇടിച്ച് പഞ്ചറാക്കുമ്പോൾ മിഥുൻ അവസാനം സത്യം അങ്ങോട്ട് പറയട്ടോ, ഇത് ദേവമംഗൽ കൃഷ്ണമംഗലത്തുള്ള നമ്മുടെ മിത്ര എന്ന് പറഞ്ഞാൽ അവൾ എനിക്ക് തന്നതാണ്, നമ്മൾ സ്നേഹത്തിലാണ്, അവൾ സ്നേഹത്തോടു കൂടി എനിക്ക് തന്നതാണെന്നൊക്കെ കള്ളം പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മളെ മിത്രയും ആര്യനും എന്താണ് രാവിലെ തന്നെ പോവുകയാണല്ലോ ഓടാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഗോമതിയാണെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്താണ് വിടുന്നത് കേട്ടോ. മോളെ പോയി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരണം, നീ പോലീസ് ആവണം, എന്നിട്ട് വേണം ലോകത്തൊക്കെ നടക്കുന്ന നാട്ടിലൊക്കെ നടക്കുന്ന എല്ലാ അനീതിക്കെതിരെ പ്രവർത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശം കൊടുത്തിട്ടൊക്കെ വിടാണ് കേട്ടോ. അപ്പം നമ്മുടെ ആര്യം പറയണം, വാ മിത്രേ നേരമായി, അതെ ഇവള് പോലീസായി വരണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ശരി എന്നാൽ അപ്പച്ചി ഞങ്ങൾ ചെല്ലട്ടെ, പോയി വെക്കാം മക്കളെന്നും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ പോകണുണ്ടോ ആ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടും. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രയ്ക്ക് ഓടാനൊന്നും വയ്യ. കുറേ സമയം ടൈമറൊക്കെ ഇട്ട് നോക്കുന്നെങ്കിലും മിത്ര ഭയങ്കര സ്ലോ ആട്ടോ. അപ്പോൾ ആര്യം വഴക്ക് പറഞ്ഞു, മിത്ര ഇങ്ങനെയൊന്നും പറ്റത്തില്ല, ഫിസിക്കൽ ടെസ്റ്റ് ജയിച്ച് കയറേണ്ടതാണ്, നീ കുറച്ചുകൂടെ സ്പീഡിലൊക്കെ ഓടിക്കും. വയ്യ ആര്യ, എനിക്ക് എന്തോ മനസ്സിനൊരു വിഷമം പോലെ എന്തൊക്കെയാണ്. എന്ത് വിഷമം? ധർമ്മം മാമൻ പോയില്ലേ, അതിൻ്റെ ഒരു വിഷമം. കൊച്ചിച്ചാൻ തന്നെ വിളിക്കുന്നത് നമ്മുടെ മിത്രധർമ്മം കൊച്ചൻ പോയതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയാട്ടോ. അപ്പോൾ ആര്യം പറയാം, ധർമ്മമാവും പോയത് നിനക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ല വിഷമമുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് വെറും ഒരു മാമനല്ല, കൂട്ടുകാരനായിരുന്നു, രക്ഷകനായിരുന്നു. പണ്ട് അച്ഛൻ ഞങ്ങളെ തല്ലുമ്പോഴും വഴക്ക് പറയുമ്പോഴൊക്കെ ഇടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ ചേർത്ത് നിർത്തുന്നത് ഈ മാമനാണ്. അങ്ങനൊരു മാമൻ നമ്മളെ വിട്ട് പോകുമെന്ന് വെച്ചാൽ
അത് നമുക്ക് താങ്ങാനാവുന്ന പ്രശ്നമല്ല. പക്ഷേ ആ മാമൻ പോലും ആഗ്രഹിക്കുന്നുണ്ട് നീ ഒരു പോലീസുകാരി ആവണമെന്ന്, മനസ്സിലായോ? അതുകൊണ്ട് ആ മാമൻ്റെ മനസ്സും തകർക്കാൻ വേണ്ടിയിട്ട് നീ ഇടവരുത്തരുത്. ഇതിപ്പോൾ എൻ്റെ ആഗ്രഹമല്ല മിത്രേ, നിൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കിടന്ന് പാടുപെടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. എന്തായാലും ഇന്നിനി വയ്യ, ശരി, നിനക്ക് ഇന്നിനി വയ്യെങ്കിൽ വേണ്ട, പക്ഷെ നാളെയും ഇതേ മടി തന്നെ നീ പറയുവാണെങ്കിലും ഇങ്ങനെ പോയാൽ നടക്കത്തില്ല കേട്ടോ. എങ്ങനെയാണെങ്കിലും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മിത്രയോട് ആര്യം പറയാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് മിത്രയ്ക്കൊരു കോൾ വരികയാണ്. ഇവർ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ ആര്യനോട് പറയാം, ആര്യ ഇത് പരിചയമില്ലാത്ത കോളാണല്ലോ, സാരില്ല മിത്ര നീ എടുത്തോ. അങ്ങനെ മിത്ര ഫോൺ എടുക്കുമ്പോൾ പോലീസാണ് വിളിക്കുന്നത് കേട്ടോ. ഇത് സ്റ്റേഷനിൽ നിന്നാണ്. മിത്രയും നല്ല പേര്. അതേ കൃഷ്ണമംഗലത്തെ അനന്തവർമ്മയുടെ മകളല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേ ഒന്ന് നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം എന്ന് പറയാം. എന്താ സർ കാര്യം? നിങ്ങൾ വരൂ എന്നിട്ട് കാര്യം പറയാം. അത് കേട്ടിട്ട് നമ്മുടെ മിത്ര ആകെ പേടിച്ചു കിട്ടും. അപ്പം നമ്മുടെ ആര്യം ചോദിക്കുന്നുണ്ട്, എന്താ അല്ല എന്തിനാ ഇപ്പോൾ പോകേണ്ടത്? എനിക്ക് പേടിയാവുന്ന ആര്യം. നാളെ ഒരു കാലത്ത് പോലീസായിട്ട് എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഒരു വ്യക്തിയാണോ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിക്കുന്നത്? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമായിരിക്കും. അവർ വിളിച്ചു, നമ്മൾ പോകുന്നു, നീ വന്നേ, ഞാനില്ലേ നിൻ്റെ കൂടെ. അങ്ങനെ മിത്രയും കൂട്ടി നേരെ ആര്യൻ അവിടെ ചെല്ലാട്ടോ. അകത്ത് കയറി ചെന്ന് പോലീസ് അവരോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്, പരിചയപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലിരുന്ന ഈ സ്വർണ്ണം എടുത്ത് കാണിക്കാനുണ്ടോ. ഈ ഇരിക്കുന്ന സ്വർണ്ണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഇത് കാണണോ നമ്മളെ മിത്രയ്ക്കിടം കണ്ണ് മിഴിച്ചു കിട്ടും. കാരണം സ്വന്തം സ്വർണ്ണമല്ലേ. അമ്മ പലതരത്തിൽ രൂപത്തിലും ഭാവത്തിലും ഒക്കെ അന്ന് ഉണ്ടാക്കി കൊടുത്തതിന് കല്യാണത്തിന് അവരുടെ ആഗ്രഹത്തിന് ഒത്തിട്ട് മാണിക്യമാല, കല്ല് പതിപ്പിച്ച മാല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ അമ്മ അന്ന് തന്ന സ്വർണ്ണമാണ്. ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി? സാർ ഈ സ്വർണ്ണം അന്ന് കളവ് പോയപ്പോഴേ ഞാൻ ഇതേ സ്റ്റേഷനിൽ തന്നെ ഞാൻ പരാതി നൽകിയിരുന്നു. അതെ ശരി, എന്നാൽ പിന്നെ ആ പരാതി എടുത്ത് പോലീസ് മുന്നിൽ കാണിച്ചിട്ട് പറയാം, മിത്ര കൊടുത്ത പരാതി ഇത് തന്നെയല്ലേ? ഇത് തന്നെയാണ്. എന്നാൽ ഈ സ്വർണം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെ കിട്ടി സാർ? അതെ ഞങ്ങളൊരു തന്നെ പിടിച്ചു, അങ്ങനെ കൊണ്ടുവന്നതാണ്. മിത്രയ്ക്ക് മിഥുനെന്ന് പറഞ്ഞൊരുതിനെ അറിയോ? അറിയാം മിഥുൻ. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയും ദേഷ്യവും ഒക്കെ മിത്രയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ അറിയാമെന്നാണ് പറയുന്നത്? അത് അവൻ അപ്പോഴത്തേക്കിനും മിഥുനെ പിടിച്ചുകൊണ്ട് വരും കേട്ടോ. ഇതേ നിൽക്കുന്ന ഇവൻ തന്നെ ആള്. മുഖം കണ്ടാൽ അറിയുമല്ലോ അല്ലേ? അറിയാം. മരിച്ചാൽ പോലും ഞാൻ അവൻ്റെ മുഖം മറക്കില്ല. എടാ നീയാണല്ലേ എൻ്റെ സ്വർണ്ണത്തിനും മോഷ്ടിച്ച് ഇപ്പം നീ ഇവിടം വരെ എത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മിത്ര എന്തൊക്കെയോ ദേഷ്യപ്പെടാം. പോലീസുകാരൻ പറയാനുണ്ട്, മതി ഇവിടെ ഇതൊന്നും കാണിക്കണ്ട, കുട്ടി ഇവിടെ വന്നിരിക്കുക. പിന്നെ കുട്ടിക്ക് എങ്ങനെയാണ് പരിചയം? സാർ ഇവൻ എൻ്റെ ഇത് മോഷ്ടിച്ചിട്ട് പോയതാ. ആണോ? പക്ഷെ അവൻ അങ്ങനെയല്ലോ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നും പിന്നെ കുട്ടി അത് സ്നേഹത്തോടെ അവന് കൊടുത്തതാണെന്നും ആണല്ലോ. പച്ചക്കള്ളവാ സാറേ, അങ്ങനെ ഒരു സംഭവമല്ല. എന്നാൽ എന്താ സംഭവം യഥാർത്ഥത്തിൽ നടന്നത്? കുട്ടി തന്നെ പറയൂ. അങ്ങനെ മിത്ര പറയാനുണ്ട്, സാധാരണ എൻ്റെ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾ അറിയാതെ ചില അബദ്ധത്തിലേക്കും ചാടുമല്ലോ സാറേ, അതുപോലെ ഇവനെ ഞാൻ സ്നേഹിച്ചതാ. പക്ഷേ പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇവൻ എന്നെ വെറുതെ വിടാൻ തയ്യാറായില്ല. അതിനിടയ്ക്ക് എൻ്റെ വീട്ടുകാർ എനിക്കൊരു പുതിയ കല്യാണം ആലോചിച്ചു. അതുകൊണ്ട് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തി, ഇവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആ കല്യാണം മുടക്കുമെന്നും പ്രശ്നങ്ങളാവുന്നു, ഇവൻ്റെ കൂടെ ചെല്ലണമെന്നും. അത് പേടിച്ച് ഞാൻ ഇവനോട് ഒരു ദിവസം ഇറങ്ങി ചെന്നു ഗുരുവായൂർ വെച്ചിട്ട്. അന്ന് രാത്രി ഇവൻ ആ റൂമിൽ വെച്ച് എന്നെ അടിച്ചിട്ടിട്ട് എൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയാ. അവിടെ വെച്ച് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ ഒരു കുളത്തിൽ ചാടി അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞാൻ തൂങ്ങി മരിക്കാനായിട്ട് ശ്രമിച്ചു. അവിടുന്ന് ആര്യനും അപ്പച്ചിയൊക്കെ എന്നെ രക്ഷപ്പെടുത്തിയത്. അവസാനം വീട്ടിൽ വന്നാൽ കല്യാണം ഉറപ്പിച്ച പെണ്ണ് നാണക്കേടാവുമല്ലോ എന്ന് വെച്ച് ആര്യനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടി നമ്മളൊരു ജീവിതത്തിലേക്ക് വന്നത്. അന്നു പോലെ ഈ സ്വർണം നമ്മൾ അന്വേഷിച്ച് നടക്കായിരുന്നു, പരാതിയും തന്നിരുന്നു. പക്ഷേ ഇവൻ ഇവിടെ പറഞ്ഞത് ഇതൊന്നും അല്ല. എന്തായാലും സാരമില്ല, നിങ്ങളെ ഭാഗ്യമുള്ളവനാ. അതുമാത്രമല്ല ആര്യ, തന്നെപ്പോലെ നല്ലൊരു ഭർത്താവിനെ ഈ പെങ്കുജിന് കിട്ടിയല്ലോ. താനൊരു സത്യസന്ധനും നീതിമാനുമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒപ്പിട്ട് തന്നിട്ട് ഈ സ്വർണ്ണം എടുത്തോളൂ എന്ന് പറയാട്ടോ. ഞാൻ കോടതിയിൽ നിന്ന് അനുമതിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആര്യം പറയാം, വേണ്ട സാർ. അത് എന്തേ വേണ്ടാത്ത? ഞങ്ങൾക്ക് ഈ സ്വർണ്ണം വേണ്ട. കാരണം ഈ സ്വർണ്ണത്തിൻ്റെ അവകാശം ഞാനല്ല, ഇവളുടെ അമ്മയും അച്ഛനുമാണ് ഇത് കഷ്ടപ്പെട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അവർ തന്നെ വന്ന് സ്വീകരിച്ചോട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷേ ഇതിപ്പോൾ സൈൻ ചെയ്ത് വാങ്ങണം. അങ്ങനെ ഇവർ ആ സ്വർണവും കൊണ്ട് സന്തോഷത്തോടു കൂടി വരിക കേട്ടോ. പാതി വഴി എത്തുമ്പോഴത്തേക്കിനും മിത്ര ആര്യനോട് പറയാ, ദൈവമേ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ എത്തിയത് വലിയൊരു ഭാഗ്യമല്ലേ? അതെ, വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതിലൊരു സന്തോഷമുണ്ട്. എന്താണ് എന്ന് ആര്യം ചോദിക്കുമ്പോൾ മിത്ര പറയാം,
ഇത് വെച്ചിട്ട് നമ്മുടെ ബിസിനസ്സേ ആര്യനും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ, ട്രാവൽസ്, അതിന് വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് ഈ സ്വർണം കൊണ്ട് ഉപയോഗിക്കാമല്ലോ എന്ന് പറയട്ടോ. അത് കൊള്ളാം, നല്ല ഐഡിയ. എടി പൊട്ടി, അങ്ങനെ തുടങ്ങാനാണെങ്കിലേ നമ്മൾ സ്വന്തം വരുമാനം കൊണ്ടല്ലേ നമ്മുടെ ബിസിനസ് ഉണ്ടാക്കേണ്ടേ. അതെ, അപ്പോൾ ഈ സ്വർണം ആരുടേതാ? എൻ്റേതല്ലേ? നമ്മുടേതല്ലേ ആര്യ? അതെങ്ങനെയടി നമ്മുടേതാവും? നീ അധ്വാനിച്ചുണ്ടാക്കിയതാണോ ഇത്? അല്ലല്ലോ, നിൻ്റെ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ടുണ്ടാക്കി നിനക്ക് തന്നു വിട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ്? അവരാണ്. എനിക്കിത് വേണ്ട, നിനക്കും വേണ്ട. ഇത് നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു, അത് മതി ആര്യ. അത് ഒന്നുമില്ല, നമുക്ക് വേണ്ടത് നമ്മുടെ ബിസിനസ് തുടങ്ങാനുള്ളത് നമ്മളുണ്ടാക്കും, അത് മതി എന്ന് ആര്യൻ നമ്മുടെ മിത്രയ്ക്ക് വാക്ക് കൊടുക്കാട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്